അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ ശക്തി. അവനറിയാം എല്ലാം. കരുക്കൾ എങ്ങനെ നീക്കണം എന്നൊക്കെ അള്ളാഹ്ക്കറിയാം നന്നായിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടിക്കൊണ്ടുള്ള യോഗം കമ്മിറ്റിയൊന്നായിരുന്നില്ല ഇത്. ഖുറൈശിക്കൂട്ടത്തിന്റെ യോഗം, ഫൈനാൻഷ്യൽ കമ്മിറ്റി ഖുറൈശിക്കൂട്ടം, ബിൽഡിംഗ് കമ്മിറ്റിയും ഖുറൈശിക്കൂട്ടം. അങ്ങനെ ഫണ്ട് പിരിപ്പിക്കാനുള്ള യോഗം സമൂഹത്തെ വിളിച്ചുകൂട്ടി. ഖുറൈശി സമൂഹം പ്രസംഗിച്ചു. ആ സമൂഹത്തോട് ശ്രദ്ധിച്ചു കേട്ടോളം. ഖുറൈശിക്കൂട്ടം സമൂഹത്തോട് പ്രസംഗിക്കുകയാ, ഇത് അള്ളാഹുവിന്റെ വീടാണ്. ആരാറുന്നേ? ഇത് അള്ളാഹുവിന്റെ വീടാണ്. ഈ വീട്ടിന്റെ പുനർനിർമ്മാണം നടക്കാൻ പോവുകയാണ്. മക്കക്കാരായ നമ്മുടെ കയ്യിൽ 4 തരത്തിലുള്ള സമ്പത്തുണ്ട്. നമ്മുടെ സമ്പത്തിന്റെ വരവ്, നമ്മുടെ സമ്പത്തിന്റെ സോഴ്സ് 4 രീതിയിലാണ്. അതില് ഒന്നാമത്തത് വട്ടിപ്പലിശ. അന്ന് ലോകത്ത് ഏറ്റവും വലിയ പലിശക്കാര് മക്കക്കാരാണ്. രണ്ടാമത്തത് കടികടുത്ത ചൂതാട്ടം. ഖത്താബിന്റെ മകൻ ഉമറിനെ പോലെയുള്ള വലിയവർ ചൂതാട്ടത്തിൽ അഗ്രഗണ്യന്മാരാണ്. മൂന്നാമത്തത് മദ്യവിൽപ്പന. അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യം ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും അറബികളാണ്, മക്കക്കാരാണ്. ഇതാണ് അറബികളുടെ സമ്പത്തിന്റെ വരുമാന മാർഗം. 4 ഈത്തപ്പഴം, മുന്തിരി, ഒട്ടകം, ആട് മുതലായവ എന്റെ കൃഷി. ഈ ഖുറൈശിക്കൂട്ടം പ്രസംഗിക്കുകയാണ്, ഇത് അള്ളാഹുവിന്റെ വീടാ. പരിശുദ്ധമായ മുതൽ മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മേൽപ്പറയപ്പെട്ട 3 തരത്തിലുള്ള പൈസ ആരുടെങ്കിലും ഒരു പൈസ പോലും സ്വീകരിക്കുകയില്ല. നാലാമത്തെ പൈസ ആരുടെത്തുണ്ടോ അത് കൊണ്ടുതന്നാൽ കഅബത്തിന്റെ പണി പൂർത്തിയാക്കാം. അള്ളാഹുവിന്റെ വീട് പരിശുദ്ധമായി കിടക്കണമെന്ന് പറഞ്ഞത് ആരാന്നറിയോ? എന്നെ പൊട്ട മുസ്ലിയാക്കന്മാരല്ല, അബൂജഹല് പറഞ്ഞത്. അബൂജഹല് ഹലാലായ പണം മാത്രം സ്വരൂപിക്കുകയാണ് ഖുറൈശിക്കൂട്ടം. ഒട്ടകം, ആട്, മാട്, ഈത്തപ്പഴം, മുന്തിരി, അവിടെ നാച്ചുറൽ സാമ്പത്തിക വഴികളാണത്. അതിൽ നിന്ന് മാത്രം ഫണ്ടുകൾ സ്വീകരിച്ചു. അന്ന് നേതാക്കന്മാർ പറഞ്ഞാൽ ഏക അനുസരിക്കും. ലോട്ടറി ടിക്കറ്റുകാരൻ പള്ളിക്കമ്മിറ്റി വന്നിട്ട് പിന്നാലെ കൂടുക. എന്തിന്? ഇവനുണ്ടാക്കിയ ഹറാമിന്റെ ചൂതാട്ടത്തിന്റെ സകല പൈസയും ഹലാലായി കിട്ടാൻ 1 ലക്ഷം പള്ളിക്ക് സംഭാവന കൊടുത്താൽ മതി. കള്ളു കച്ചവടക്കാരൻ അവൻ പള്ളിക്കമ്മിറ്റിന്റെ പിന്നാലെ കൂടുക. നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ തറ എന്റെ വക. അവന് 10 ലക്ഷം ചെലവാക്കിയാൽ ബാക്കി കള്ളു കച്ചവടം ചെയ്തിട്ടുണ്ടാക്കിയ കോടികൾ ആശ്വാസത്തോടുകൂടി അവൻ ഉപയോഗിക്കുകയാണ്. കാരണം എന്റെ അടുത്ത് നിന്ന് 10 ലക്ഷം പള്ളി കമ്മിറ്റി ഉസ്താദ് വന്നിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്കെന്താ പേടിക്കാൻ? പക്ഷെ ഖുറൈശിക്കൂട്ടം പറഞ്ഞാൽ ഖുറൈശികൾ അംഗീകരിക്കും. അല്ലാഹുവിനെ പറഞ്ഞാൽ എന്റെ സമുദായം വരികൾക്കിടയിൽ വായിക്കാൻ പഠിക്കണം. വരികൾക്കിടയിൽ വായിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ സമൂഹം എപ്പോഴും ഇക്കരെ തന്നെ കിടക്കേണ്ടി വരും, അക്കരെത്തൂല. ഖുറൈശിക്കൂട്ടത്തിന് നന്നായിട്ടറിയാം അല്ലാഹുവിനെ. നേതാക്കന്മാർ അല്ലാഹുവിനെ പറഞ്ഞാൽ അപ്പ അടങ്ങും. ഖുറൈശിക്കൂട്ടം അല്ലാഹുവിനെ പറഞ്ഞാൽ അപ്പ അടങ്ങും. അങ്ങനെയാണ് ഹലാലായ പൈസ സ്വരൂപിച്ചത്. കഅബത്തിന്റെ പണി തുടങ്ങി, അടിത്തറ പൂർത്തിയാക്കി. അപ്പോഴേക്കും പൈസ ഏതാണ്ട് തീർന്നു. ഖുറൈശികൾ യോഗം കൂടി, പൈസ തീരാൻ പോവുക. ഈ തറന്റെ മേലെ തന്നെ കഅബാലയം പൊക്കിയാൽ ഈ പൈസക്ക് നമുക്ക് ബിൽഡിംഗിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയില്ല. ഹലാലായ പൈസയല്ലാതെ 1 ഉറുപ്പിക പോലും നമുക്ക് ഇതിൽ മറ്റുള്ള പൈസ ഉപയോഗിച്ചുകൂടാ. അപകടമാണ്. എന്തു വേണം? ഒരു രക്ഷയില്ല. ഹലാലായ പൈസ കുറവാണ്, ഹറാമായ പൈസ ഇഷ്ടം പോലെയുണ്ട്. ഖുറൈശികൾ തീരുമാനിച്ചു, നമുക്ക് കഅബാലയത്തിന്റെ ബിൽഡിംഗിന്റെ വണ്ണം കുറക്കാം. അങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കഅബാലയമായത്. ഹിജ്റി ഇസ്മായിൽ അന്ന് ഖുറൈശിക്കൂട്ടം കെട്ടിയ തറയാ. അത് ഫുൾ ബിൽഡിംഗ് എടുക്കാൻ ഹലാലായ പൈസ ഇല്ലാത്തതുകൊണ്ട് ഹിജ്റി ഇസ്മായിൽ മാറ്റി കഅബാലയത്തിന്റെ ഒരറ്റത്ത് വളച്ചുകെട്ട് അത് കഅബത്തിൽപ്പെട്ട സ്ഥലമാണ്. അത് ഇന്നത്തെ അതേപോലെ കില്ലടക്കം ഇടേണ്ട ബിൽഡിംഗ് ആക്കേണ്ടതാണ്. അന്ന് ഖുറൈശികൾ ചുരുക്കിയതാണ്. തുടക്കം ദീർഘചതുരാകൃതിയാണ് കഅബാലയം. പിന്നീട് അത് സമചതുരാകൃതിയിലാക്കിയത് ഖുറൈശികളാണ്. എന്നിട്ട് ആ ഭാഗം മാറ്റിയിട്ടു, തറ മാത്രം മാറ്റിയിട്ടു. തറയ്ക്ക് ഇപ്പുറത്ത് ബിൽഡിംഗ് നോക്കി ഇന്ന് കാണുന്ന കഅബ. റസൂലുള്ളാഹിയുടെ കാലം വന്നു, ഈമാൻ അഹ്ലുകാർ വന്നു. മക്ക മുക്കറമയിൽ ഹറാമായ പൈസ പമ്പ നടന്നു. 100% പ്യൂർ ഹലാൽ
റസൂൽ തങ്ങളോട്, യാ റസൂലല്ലാഹ്, നമുക്ക് പഴയതുപോലെ കഅബാലയത്തെ പൂർത്തിയാക്കിയാലോ? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, വേണ്ട, ഞാനതിൽ കൈയിടുന്നില്ല, അത് അവിടെ തന്നെ കിടന്നോട്ടെ. താരിഖിന്റെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഇത് ഖുറൈശി കൂട്ടത്തിന് അള്ളാഹു നൽകിയ അംഗീകാരമാണ്. അള്ളാഹുവിന്റെ വീട് പണിയുന്നതിൽ ഹലാല് മാത്രം അവർ സ്വീകരിച്ചതിന് ആ സ്മരണ നിലനിർത്താൻ അള്ളാഹു ചെയ്തൊരു പണിയാണത് എന്ന്. ശരിയല്ലേ? ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടൊരു സമുദായം മനസ്സിലാക്കേണ്ടത്. കണ്ട കള്ള് കച്ചവടക്കാരനോടും ചൂതാട്ട കച്ചവടക്കാരനോടും ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരനോടും പൈസ കോടികൾ വാങ്ങി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ പലിശ എഴുതി വാങ്ങി പള്ളിക്ക് മുനാരം കെട്ടുന്ന ആധുനിക സമൂഹം പണ്ഡിതങ്ങളടക്കം മനസ്സിലാക്കണം. ആർക്കാണ് അല്ലാഹു മനസ്സിലായത്? അബൂജഹലിനാണോ അതോ ദോരാരംഭിച്ചിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കുമാണോ? അബൂജഹലിനാണോ അല്ലാഹു മനസ്സിലായത്? എനിക്ക് നിങ്ങൾക്കുമല്ല. നാം എത്രത്തോളം ഇപ്പോൾ ഖത്തീബിന് മുക്രിക്കും ശമ്പളം ബാങ്കിലേക്ക് ചെക്ക് എഴുതി കൊടുക്കാൻ മാത്രം മതപ്പരിശീലിക്കുകയാണ് ഈ സമുദായം. തെക്കൻ കേരളത്തിൽ പല മഹല്ലുകളിലും ഖത്തീബിന് ബാങ്കിലേക്ക് ചെക്ക് എഴുതി കൊടുക്കാൻ ഏർപ്പാടുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉലമാഇന്റെ നേതൃത്വത്തിൽ തന്നെ ഹറാമായ പണം പള്ളിയുടെ മെമ്പറിലും മെഹ്റാബിലും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ പോക്ക് അപകടത്തിലേക്കാണ്.